നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പല നിയമസഭകൾക്കും കാലാവധി പൂർത്തിയാക്കാൻ കഴിയാതെ പിരിയേണ്ടി വന്ന ഒരു ചരിത്രമാണ് ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷം 1957-ലാണെങ്കിലും 60-ലാണെങ്കിലും അതുപോലെ 67-ലാണെങ്കിലും ഒക്കെ തന്നെ ആ നിയമസഭകൾക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം 1970-ൽ നിലവിൽ വന്ന നിയമസഭയ്ക്കാകട്ടെ 1977 വരെ തുടരാൻ കഴിഞ്ഞു. അത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കാരണം നിയമസഭകളുടെയും ലോക്സഭയുടെയൊക്കെ തന്നെ കാലാവധി നീട്ടിയ പശ്ചാത്തലത്തിലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1977 നിയമസഭ 80-ൽ പിരിയേണ്ടി വന്നു. 80-ലെ നിയമസഭ 82-ൽ അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് 1982-ലെ നിയമസഭയാണ് കാലാവധി പൂർത്തിയാക്കിയത്. പിന്നീട് 87-ൽ വന്ന ഇടതുപക്ഷ മന്ത്രിസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഒരു വർഷം നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്, തെരഞ്ഞെടുപ്പ് നടത്തിയതുമൊക്കെ തന്നെ. അന്ന് ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ച സാഹചര്യത്തിൽ തങ്ങൾക്ക് എളുപ്പത്തിൽ വിജയം ലഭിക്കും എന്നുള്ള അമിത ആത്മവിശ്വാസമാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് ഈ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ നിയമസഭകളും കാലാവധി പൂർത്തിയാക്കി തന്നെയാണ് പിരിയുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിലെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ തമിഴ്നാടും ആസാം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ഒരു ആശങ്ക, ഇപ്പോൾ ഒരു സംശയം വരുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക്, അതായത് ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം രൂപീകരിക്കുന്ന സഭകൾക്ക് 5 വർഷ കാലാവധി പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഈ ആശങ്കയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് 2029-ൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നിലവിൽ വരുന്നതോടുകൂടിയാണ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത തല സമിതിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. രാജ്യത്ത് ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ചിലവ് കുറയ്ക്കാം, വേറെ മറ്റൊരുപാട് ആനുകൂല്യങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. ഇത് സംബന്ധിച്ച് ഭരണഘടനാ ഭേദഗതി വരുത്തേണ്ടതായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഇതിനായി ഭരണഘടനയുടെ 83, 172 അനുച്ഛേദങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഇതിനോടകം തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് 2026-ൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭയിൽ, അതായത് കേരളത്തിലെ ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നത്, നിയമസഭ നിലവിൽ വരുന്നത് ഒരുപക്ഷെ മെയ് മാസത്തിലായിരിക്കാം. കാരണം വോട്ടെണ്ണൽ നടക്കുന്നത് മെയ് മാസത്തിലാണ്. അപ്പോൾ ഇതനുസരിച്ച് 2026 മെയ് മാസത്തിൽ രൂപീകരിക്കപ്പെടുന്ന നിയമസഭ 2029 മെയ് മാസത്തിൽ പിരിച്ചുവിടേണ്ട അവസ്ഥയായിരിക്കും ഇത് കാരണം സംഭവിക്കാൻ സാധ്യതയുള്ളത്. പല സംസ്ഥാനങ്ങളും ഈ ഒരു നീക്കത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമാണെന്നൊക്കെ പലരും ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യം പാർലമെൻറ്റ് പാസ്സാക്കുന്നതോടുകൂടി നിലവിലെ നിയമസഭയിൽ വരാൻ പോകുന്ന നിയമസഭയ്ക്ക് ഒരുപക്ഷെ 3 വർഷമാകുമ്പോൾ തന്നെ കാലാവധി പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ രാജ്യം മുഴുവൻ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി ലോക്സഭയിലും എല്ലാ നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത് പല സംസ്ഥാനങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ 2029 ആകുമ്പോഴേക്കും വെറും 2 വർഷം മാത്രമേ ആ നിയമസഭയ്ക്ക് കാലാവധി കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധിയായി മാറുമോ എന്നുള്ള സംശയം ഇപ്പോഴും രാഷ്ട്രീയ വിശകലന വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും ഒരുമിച്ച് നടത്തുന്നത് തന്നെയാണ് അതിൻ്റെ സ്വാഭാവികമായ ആ പ്രക്രിയയ്ക്ക് ഏറെ സഹായകരമായി മാറുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച വിദഗ്ധാഭിപ്രായം. മാത്രമല്ല രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരുന്ന വിദഗ്ധരായ സമിതി അംഗങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ MLA-മാരാകുന്നവരൊക്കെ തന്നെ 3 വർഷമാകുമ്പോൾ അവരുടെ ജോലി അവസാനിപ്പിക്കേണ്ടി വരുമോ, ഈ മന്ത്രിസഭയുടെ കാലാവധി 3 വർഷത്തേക്ക് മാത്രമായിരിക്കുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു നീക്കം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. നിയമസഭാ കാലാവധി ക്രമീകരിക്കാൻ അപ്പോയിൻറ്റഡ് ഡേറ്റ് നിശ്ചയിക്കും. ഈ തീയതിക്ക് ശേഷം നിലവിൽ വരുന്ന എല്ലാ സഭകളും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിച്ചുവിടപ്പെടും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഒരുപക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമുണ്ടായാൽ ഈ നിയമസഭയ്ക്ക് 3 വർഷം മാത്രമേ കാലാവധി കാണുകയുള്ളൂ എന്നുള്ള കാര്യം പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. MLA-മാർ മുൻ MLA-മാരായി കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിലൊക്കെ തന്നെ ഇത് സാരമായ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നു. മറ്റൊന്ന്, ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയൊക്കെ തന്നെ കയ്യിൽ നിന്നുണ്ടാകുന്ന ഭാരിച്ച ചെലവ്, ഇന്ന് കോടികൾ ചിലവാക്കിയാണ് ഓരോ സ്ഥാനാർത്ഥിക്കും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അത് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അവരുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2029 ആകുമ്പോഴേക്കും പാർലമെൻറ്റും നിയമസഭയും എല്ലാം ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
പൈസ ഭരിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസിനെയൊക്കെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നേരിടുന്നത്. അതേസമയം ഇന്ത്യ ഭരിക്കുന്ന BJPക്കോ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന CPMനോ ഒക്കെ തന്നെ അക്കാര്യത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പാണ്. എപ്പോഴും രാജ്യമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സംഭാവനകൾ കിട്ടാനുള്ള സാധ്യത മറ്റു പാർട്ടികളെക്കാൾ വളരെ കൂടുതലാണ്. പക്ഷേ കോൺഗ്രസിനെക്കുറിച്ച് പലരും തമാശയായി പറയാറുണ്ട്, കോൺഗ്രസ് നേതാക്കൾക്ക് പണമുണ്ട്, കോൺഗ്രസിന് പണമില്ല എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിനെ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ വലിയ താമസിയാതെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കേന്ദ്ര നേതാക്കൾ ഒരുപക്ഷെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യാൻ എത്തുമ്പോഴൊക്കെ തന്നെ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ ഈ ചോദ്യം അവിടെ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ പലരും പറയുന്നത് ഇതൊരു ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സമിതി, രാംനാഥ് കോവിന്ദ് സമിതി മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ തന്നെ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ സഹായകരമായി മാറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം പണ്ടത്തെ പോലെ ഇന്ന് ആയാറാം ഗയാറാം രാഷ്ട്രീയം ഇന്ത്യയിൽ കുറയുകയാണ്. രാജ്യത്തെ മിക്കവാറും നിയമസഭകളൊക്കെ തന്നെ കാലാവധി പൂർത്തിയാക്കി പിരിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിയമസഭകളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഫലപ്രദം എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധ സമിതിയുടെ കൃത്യമായ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത്.